നമ്മുടെ വിജയണ്ണം പോലും ഇലക്ഷൻ ജയിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം ജയിച്ചതിന് ശേഷം മാറ്റി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ സംസാരിച്ചാൽ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ ഫ്രീ സർവീസ്. രാവിലെ തന്നെ ഒരു വീഡിയോ കണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന കുറച്ച് മെന്റൽ ഫോൺ. നിങ്ങൾ ആദ്യം പോയി ആ വീഡിയോ കാണും. ആദ്യം മെയ് 15 നമുക്ക് സൗജന്യ ടിക്കറ്റ് തരാന്നാ പറഞ്ഞത്. പക്ഷേ അത് ഒരു കാരണവശാലും നടക്കുന്നതായിട്ട് തോന്നിയില്ല. ഞങ്ങൾ അങ്ങ് ഒന്നിച്ചിറങ്ങി മഹിളാ മോർച്ച ഇറങ്ങിയാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ആധാരം വച്ചു ഞാൻ 1.5 ലിറ്റർ പെട്രോൾ വാങ്ങി. ഇതിൽ ഏതെങ്കിലും ഒരാളെ കണ്ട 10 രൂപ എടുക്കില്ലാത്ത ആളായിട്ട് തോന്നും. പക്ഷെ ഇവർക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത് ആരാന്നറിയും? ഈ കണ്ടക്ടർ ചേച്ചി. ഓർഡർ ഇല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി പറ്റില്ലേ? ആ പൈസ ഞാനും അവിടുത്തെ ദിവസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാർ 22 പേർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ നിയമം തന്നെ തെറ്റാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ബസ് യാത്ര അനുവദിച്ചത്? വീട്ടുജോലി ചെയ്യുന്നതോ കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്കോ ആണെങ്കിൽ ഓക്കെ. പക്ഷെ എല്ലാ സ്ത്രീകളും എന്ന് പറയുമ്പോൾ അതിൽ വർക്കിംഗ് ക്ലാസ് എത്ര പെർസെന്റേജ് ഉണ്ടാവും? പക്ഷെ ഇവർക്കൊക്കെ മിനിമം 25,000-ന് മുകളിലായിരിക്കും സാലറി. അപ്പോൾ ഒരു സാധാരണ കൂലിപ്പണി ചെയ്ത് മാസം 15,000 മാത്രം ഉണ്ടാക്കുന്ന ഒരു പുരുഷൻ ആണായി പോയത് കൊണ്ട് മാത്രം പൈസ കൊടുത്ത് ബസ്സിൽ പോകേണ്ട അവസ്ഥയാണ്. അത് മാത്രമല്ല, ഫ്രീ സർവീസ് ആകുമ്പോൾ ഇവരൊക്കെ അനാവശ്യമായിട്ട് ബസ് ഉപയോഗിക്കും. ഉല്ലാസയാത്ര പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബസ്സിൽ കയറും. അപ്പോൾ ബസ്സിൽ തിരക്ക് കൂടും. അങ്ങനെ സൗജന്യം അർഹിക്കുന്നവർക്ക് പോലും ആ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. സർക്കാർ എടുത്ത ഇനിഷ്യേറ്റീവ് നല്ലതാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണമായിരുന്നു? നമുക്ക് റേഷൻ കാർഡില്ലേ 2 കളറിൽ? പാവപ്പെട്ടവർക്ക് ഒരെണ്ണം, കുറച്ചുകൂടി പൈസയുള്ളവർക്ക് ഒരെണ്ണം. അതുപോലെ വലിയ വരുമാനമില്ലാത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുതിർന്നവർക്കും സ്റ്റുഡൻസിനും ട്രാവൽ കാർഡ് പോലെ എന്തെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ ആധാർ കാർഡൊക്കെ ഇല്ലേ, അതുപോലെ. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇവർ അർഹതപ്പെട്ടവരാണോ അല്ലേ എന്ന്. വോട്ട് കിട്ടാനായിട്ട് കോൺഗ്രസ് പറഞ്ഞ ഒരു വാഗ്ദാനമാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. എന്നും പറഞ്ഞ് KSRTC നഷ്ടത്തിലായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കരുത്. നമ്മുടെ വിജയണ്ണം പോലും ഇലക്ഷൻ ജയിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനം ജയിച്ചതിന് ശേഷം മാറ്റി പറഞ്ഞു. മാസത്തിற்கு 200 യൂണിറ്റുകൾ കട്ടണമില്ലാ മിൻസാര. ഓരോ മാസവും 200 യൂണിറ്റ് ഇലക്ട്രിസിറ്റി എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാന്നാണ് പറഞ്ഞിരുന്നത്. കേരളത്തിലെ പോലെ തന്നെ 2 മാസം കൂടുമ്പോഴാണ് അവിടെ ഇലക്ട്രിസിറ്റി ബില്ലിംഗ് സൈക്കിൾ വരുന്നത്. അപ്പൊ എഫക്റ്റീവ്ലി 400 യൂണിറ്റ് കുറയ്ക്കേണ്ടി വരും. പക്ഷെ ആള് ജയിച്ചപ്പോ ഈ വാഗ്ദാനം പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി. தமிழ்நாடு முதலமைச்சர் அவர்கள் 2 மாதங்களுக்கு 500 யூனிட் வரை பயன்படுத்தும் வீட்டு மின் நுகர்வோர்களுக்கு 2 மாதங்களுக்கு 200 யூனிட்கள் கட்டணமில்லா மின்சாரம் வழங்கும் ஆணையிட்டு ഓരോ മാസവും 200 യൂണിറ്റ്സ് എന്ന് പറഞ്ഞത് 2 മാസത്തിൽ ഒരിക്കലാക്കി. എല്ലാവർക്കും 200 യൂണിറ്റ്സ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് 500 യൂണിറ്റ്സിന് താഴെ ഉപയോഗിക്കുന്നവർക്ക് മാത്രം കൊടുക്കാന്നാക്കി. ഈ പറഞ്ഞത് അതേപടി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ നമ്മളും ലോജിക്കലി പ്രാക്ടിക്കലി ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കിട്ടട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ എന്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.